കുറഞ്ഞ ചെലവിൽ BSc നഴ്സിംഗ് അബ്രോഡ് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻ അത് അവൈലബിൾ ആണോ? +2 സയൻസ് അല്ലാതെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കോമേഴ്സ് ഗ്രൂപ്പൊക്കെ പഠിച്ച ഒരാൾക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണോ? ഇങ്ങനെയൊക്കെയുള്ളൊരു സംശയം ഉള്ളവരാണെങ്കിൽ അതിനുള്ളൊരു നല്ലൊരു ആൻസറാണ് BSc നഴ്സിംഗ് മാൾട്ടയിൽ പഠിക്കുക എന്നുള്ളത്. മാൾട്ട ഒരു യൂറോപ്യൻ കൺട്രിയാണ്. ബട്ട് യൂറോപ്യൻ കൺട്രി ആണെങ്കിലും കൂടി അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷാണ്. സോ നഴ്സിംഗ് പഠിക്കുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. വേറൊരു ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. ചില കോളേജസിലാണെങ്കിൽ IELTS ഇല്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഓസ്ട്രേലിയയുടെയൊക്കെ നഴ്സിംഗ് ഫീസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാൾട്ടയുടെ നഴ്സിംഗ് ഫീസ് കുറവാണ്. ഏകദേശം €6,500 ആണ് പെർ ഇയർ അവർക്ക് വരുന്നത്. അതായത് ഒരു 7 ലക്ഷത്തിനടുത്തൊക്കെയാണ് ഒരു ചിലവ് വരുന്നത്. അത് തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമാണ് ഈ ഒരു ഫീസ് അവർ പേ ചെയ്യേണ്ടത്. ഇനി തേർഡ് ഇയർ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാ എക്സാംസും ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പലപ്പോഴും ഈ തേർഡ് ഇയറിൻ്റെ ഫീസ് വേവ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ വരുമ്പോഴേക്കും 2 വർഷത്തെ ഒരു ഫീസ് കൊണ്ട് തന്നെ 3 വർഷവും പഠിച്ച് കഴിയാനായിട്ട് പറ്റും. ഈ ഫീസ് തന്നെ അത് ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും മാൾട്ട കോളേജ് പലരും കൊടുക്കുന്നുണ്ട്. മാൾട്ടയിൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരാൾക്ക് അവർ പഠിക്കുന്നത് യൂറോപ്യൻ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ആണ്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ അവർക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ മാൾട്ട ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. യൂറോപ്യൻ കൺട്രിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ മൂവ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതി. ജർമ്മൻ ലാംഗ്വേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഇനി UK പോകേണ്ടതെങ്കിൽ UK രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ മാൾട്ടയിൽ നഴ്സിംഗ് പഠിക്കാൻ എന്താണ് എലിജിബിലിറ്റി വരുന്നത്? +2 50% തൊട്ട് 55% കിട്ടിയിരിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏത് സ്ട്രീം പഠിച്ച ഒരാൾക്കും നഴ്സിംഗിന് അപ്ലൈ ചെയ്യാം. 2, അവർക്ക് ഗ്യാപ്പൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം ഒരു 5 വർഷത്തോളം +2 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉള്ള ഒരാളാണെങ്കിൽ പോലും മാൾട്ടയിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് IELTSൻ്റെ റിക്വയർമെൻറ്റ്സും വരുന്നില്ല. മാർച്ചും ജൂണും ഒക്ടോബറും ഒക്കെ ആയിട്ട് മൾട്ടിപ്പിളായിട്ട് ഇൻടേക്സ് മാൾട്ടയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി +2 കഴിഞ്ഞ ഒരാൾക്ക് ഇതുവരെയും എവിടെയും കോഴ്സൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാൾട്ട നഴ്സിംഗ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. MedCity International Academy. Trusted hands forever.